ഹായ് ഫ്രണ്ട്സ്, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിന്നിവിടെ നമ്മുടെ സിലോപ്പി മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കത്രിക മാത്രം ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ ഈ സിലോപ്പി മീൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിച്ചാത്തിയുടെ ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ വെട്ടുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടേക്കണം. അതിനൊരു 10 മിനിറ്റ് വെള്ളത്തിലിടുക. അതിന് ശേഷം നമ്മളൊരു കത്രിക വെച്ച് അതിൻ്റെ 2 സൈഡിലും ചിറകൽ പോലെയുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ കത്രിക വെച്ചിട്ട് തന്നെ ആ ചെതുമ്പലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പിന്നെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെതുമ്പലൊക്കെ ഇളക്കി കൊടുക്കുമ്പം അധികം തെറിക്കത്തൊന്നുമില്ല. സാധാരണ സിലോപ്പി മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ ചെതുമ്പലൊക്കെ ഒരുപാട് തെറിക്കും. സാധാരണ വലിയ സിലോപ്പി ക്ലീൻ ചെയ്യുമ്പോഴാണ് അങ്ങനെ. പിന്നെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരില്ല. അതിന് ശേഷം അതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ തലയും കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള അഴുക്കൊക്കെ എടുത്ത് കളയാം. എപ്പോഴും നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ നോക്കി മേടിക്കണം. ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ കറി വെക്കുമ്പോൾ അതാണ് നല്ലത്. മറ്റേത് കൊള്ളില്ല, അല്ലാത്ത മീനൊന്നും കൊള്ളില്ല. നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമാണ്, കഴിക്കാനേ കൊള്ളില്ല. അപ്പം നമുക്ക് ബാക്കി മീനുകളും കൂടി ഈ രീതിയിൽ വെട്ടിയെടുക്കാം. ചിറകലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ചെതുമ്പലൊക്കെ ചെതുമ്പി കൊടുക്കാം. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ചെതുമ്പലുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ചെതുമ്പി കൊടുക്കണം. ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ്. ഇതിന് ചെങ്കലവയെന്ന് പറയും, കിളിമീനെന്ന് പറയും, കോരയെന്ന് പറയും. അങ്ങനെ പല പേരുകളാണ്. വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും പേരുകളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കിളിമീനെന്നും പറയും, ചെങ്കലവയെന്നും പറയും. നമ്മൾ കത്രിക കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി എളുപ്പം. പിച്ചാത്തി വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എങ്കിലും ഒന്നുകൂടി എളുപ്പം കത്രിക വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അതിൻ്റെ സൈഡ് ഭാഗത്ത് കണ്ട് അവിടെയൊക്കെ ചെതുമ്പലിരിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെങ്കലവ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. കറി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ചെതുമ്പലൊക്കെ ഇങ്ങനെ ഇളക്കി കളയുമ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും. എല്ലാ മീനുകളും ഇവിടെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം. അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം ഇങ്ങനെ തേച്ച് കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം എടുക്കാനാണെങ്കിൽ ഫ്രീസറിലോട്ട് ഇത് മീൻ ഒരു ചട്ടിയിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ച് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.